KSU പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. റെയിൽവേ സ്റ്റേഷന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മന്ത്രി പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ഘട്ടത്തിൽ KSU പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി എത്തി. KSU ജില്ലാ പ്രസിഡന്റ് അതുലിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു പ്രതിഷേധവുമായി കരിങ്കൊടി കാണിക്കാനായി എത്തിയത്. ഇവരെ പോലീസ് തടയുന്നതിനിടെ മന്ത്രി സ്ഥലത്തേക്ക് വരികയും പ്രതിഷേധക്കാരെടുത്ത് സംസാരിക്കണം എന്നുള്ള തരത്തിൽ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടെ പോലീസ് ഈ പ്രവർത്തകരെ അവിടുന്ന് മാറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞ് മന്ത്രി മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയ ഘട്ടത്തിലാണ് കഴുത്തിനും അതുപോലെ തന്നെ മറ്റ് ശരീരത്തിലും വേദന അനുഭവപ്പെടുന്നതായിട്ടുള്ള കാര്യം പറഞ്ഞത്. അവിടെ സ്പീക്കറും ഈ സമയത്ത് വന്ദേ ഭാരത് എക്സ്പ്രസിന് പോകാനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ സ്പീക്കറിന്റെ അടുത്ത് മന്ത്രി വിവരം പറഞ്ഞു. അതിനെ തുടർന്ന് സ്പീക്കറാണ് മന്ത്രിയുടെ അടുത്ത് ആശുപത്രിയിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകുന്നത്. തുടർന്ന് മുഖ്യമന്ത്രിയെയും സ്പീക്കർ ഈ വിഷയം അറിയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. ഏതായാലും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. അല്പം മുൻപ് പെരിങ്ങോത്ത് വെച്ച് ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്നതിനിടെ അവിടെ വെച്ച് യൂത്ത് ലീഗ് പ്രവർത്തകർ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിലുള്ള KSUവിന്റെ ഒരു പ്രതിഷേധ പരിപാടി നടന്നത്. ആ പരിപാടിക്കിടെ മന്ത്രിക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അനീഷ. ബിജീഷ്, മതിയായ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഉണ്ടായില്ലേ? മന്ത്രിക്കാണ് ഒരു പ്രതിഷേധത്തിനിടെ പരിക്കേറ്റിരിക്കുന്നത്. ഇതിനകത്ത് ടൗൺ പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ടായിരുന്നു, റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്നു. കാരണം രാവിലെ മുതൽ ഇത്തരത്തിൽ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ